ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്കത് പിടിച്ചു കയറാനായിട്ടൊരു താങ്ങായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ റിസൾട്ട് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഭാര്യ തിരിച്ചു വരും, ഒരു സത്യം തിരിച്ചു പറഞ്ഞാൽ ഇല്ല, കാരണം ഡൈവോഴ്സ് കഴിഞ്ഞ മാസം 8-ാം തീയതി ഡൈവോഴ്സ്. മക്കളുണ്ടോ സുജേഷ്? എനിക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. മക്കൾ ആരുടെ കൂടെയാണ്? എൻ്റെ കൂടെയാണ്. പേരൻസ് ഉണ്ടോ? അച്ഛനുണ്ട്, അമ്മയുണ്ട്. നമ്മൾ ഈ ചുമട്ടുതൊഴിലാളിയെ കിട്ടുന്ന ഉപജീവനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ജീവിച്ചിരുന്നത്. ഈ മ്ലാവറിച്ച് ആണ് എന്താണ് സുജേഷിന്റെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്നോ? എൻ്റെ കയ്യിൽ നിന്നല്ല, ജോബി എന്ന് പറഞ്ഞ അവൻ്റെ വീട്ടിൽ. സംഭവം ഇത്രയേ ഉള്ളൂ. പോത്തിറച്ചിയാണ് പിടിച്ചത്. മ്ലാവറിച്ചിയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഫേക്ക് കോൾ ചെയ്തതൊക്കെ ആയിരിക്കും. എന്തും ആയിക്കോട്ടെ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഫോഴ്സൊക്കെ ഒരുപാട് എഫിഷ്യൻ്റാണ്. എല്ലാവരും നല്ല സ്ട്രോങ് ആണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാം തന്നെ. അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ ഡ്രഗ് റിലേറ്റഡ് കേസുകളാണെങ്കിലും വലിയ കുട്ടികളുടെയൊക്കെ ഒരുപാട് കേസുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്കൊക്കെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സമാധാനമായിട്ട് കിടക്കാനും കിടന്നുറങ്ങാൻ സാധിക്കുന്നതിൻ്റെ കാരണക്കാർ അവർ തന്നെയാണ്. അതിന് അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള 1-2 പേർക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അബദ്ധത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നപ്പോഴത്തേക്കും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ആ ചേട്ടൻ്റെ ഫാമിലി, അതായത് വൈഫ് പുള്ളിനെ ഇട്ടിട്ട് പോയി. സംഭവം വേറൊന്നുമല്ല, കണ്ടല്ലോ പോയി ജസ്റ്റ് പോത്തിറച്ചി സംഭവം മ്ലാവറിച്ചിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങ് ആ ചേട്ടനെ പിടിക്കുകയാണ് ചെയ്തത്. പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 90 ദിവസം ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരാളുടെ ആ ഒരു 90 ദിവസത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതും നിസ്സാരം സംഭവം ഇപ്പോൾ പ്രൂവായി. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് പോത്തിറച്ചിയാണെന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണല്ലോ അവർക്ക് ബെയിൽ കിട്ടി പുറത്തിറങ്ങി വരാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ഫോഴ്സിലുള്ളവർ അല്ലെങ്കിൽ ഫോഴ്സിൽ മേൽദ്വേഷന്മാരാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെ ഒന്ന് ഇടപെടുകയും അല്ലെ അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇച്ചിരി നല്ല തടിമിടുക്കോ അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഒരു ചെറിയ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കള്ളലക്ഷണമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കയറി നീയല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കത്തില്ലേ, നീ തന്നെയാ, നീ ചിനിയത് ചെയ്യും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെയുള്ള പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ദയവ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടിക്കാരും നിൽക്കല്ലേ. അപ്പോൾ പിന്നെ ഈ പറയുന്ന അത് ഒന്നും വേണ്ട. ഈ ഒരു കേസിലാണെങ്കിൽ പോലും കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാലും ഇവരെ പിടിക്കണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റത്തില്ലയോ? ഇവരൊക്കെ നിസ്സാര പൈസയ്ക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. വിജയ് മല്യയെ പോലെ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോന്നേ. പിന്നെ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോണ്ടോ എന്തൊക്കെയാണ്, എന്ത് സംഭവിക്കാനാന്നേ. നിരപരാധികൾ രക്ഷപ്പെടണമെന്നാണല്ലോ നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ കുറ്റവാളികളൊക്കെ പിടിച്ചോ, പിടിക്കണ്ടെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയും. ഇവരാരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനുള്ളവരാണോ? അല്ല, അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും അവരെ കിട്ടും. ഇല്ലെങ്കിൽ എങ്ങനെ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചാൽ കഴിഞ്ഞാൽ തന്നെ ഓടി വരുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. അങ്ങനെയുള്ള പലരും ഇതുപോലെ പെട്ടുപോകുന്നവരിൽ പലരും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്നെക്കാളും കൂടുതൽ അറിവുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമെന്ന് കരുതുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആരെ ഉപദ്രവിക്കാനോ ആരോടോ എനിക്ക് ദേഷ്യമൊന്നുമില്ല. എനിക്കെല്ലാവരും എപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും കരുതല്ലേ. പിന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ചുമ്മാ, ഞാനിപ്പോൾ ഈ ഇതിനകത്ത് വലിയ അഗ്രഗണ്യനോ ഒന്നുമല്ല, ഭയങ്കര അറിവുള്ള മനുഷ്യനൊന്നുമല്ല. അപ്പോൾ എൻ്റെ കുഞ്ഞ് ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അത് എത്രത്തോളം ഞാൻ ശരിയായ മനുഷ്യനാണെന്നല്ല ശരിയായിട്ട് ഞാൻ പറയുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനമുണ്ട്. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എനിക്കും എൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ളൊരു ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത്. അല്ലാതെ ഇതിനകത്തുനിന്ന് എനിക്ക് വരുമാനമൊന്നുമുള്ള മനുഷ്യരൊന്നും അല്ല കേട്ടോ. പിന്നെ എങ്കിൽ പോലും എനിക്കും നിങ്ങളൊക്കെ സപ്പോർട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നാൽ ശരിയെന്നാ കേട്ടോ. താങ്ക്സ്.